നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സിലബസ് പഠന രീതിയിലേക്ക് ഇന്ന് സ്വാഗതം. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് പഞ്ചായത്ത് സെക്രട്ടറി അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലെ സെക്രട്ടറി തസ്തികയിലേക്ക് നടക്കുന്ന കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ്. നമുക്ക് മുന്നിൽ അവശേഷിക്കുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായ ധാരണയില്ല. എന്നിരുന്നാലും ഏപ്രിൽ മാസം അവസാനം പരീക്ഷ നടക്കും. അങ്ങനെ കണക്കാക്കിയാൽ തന്നെ ഒരു 100 ദിവസങ്ങൾക്കപ്പുറം നമുക്ക് കൈവശം ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു 100 ദിവസത്തേക്കുള്ള ഒരു സ്റ്റഡി പ്ലാനാണ്. 100 ഡേയ്സ് പ്ലാനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഈ 100 ദിവസം കൊണ്ട് നമുക്ക് സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്യണം. നമുക്ക് വേണ്ടുന്നത് എത്ര മാർക്കാണ്? നമുക്ക് വേണ്ടുന്നത് 100 മാർക്കും ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 100 മാർക്ക് നേടുകയും വേണം. 100 ദിവസത്തെ പ്ലാൻ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുകയും വേണം. അങ്ങനെ ചെയ്ത് പ്രിലിമിനറി പരീക്ഷ വിജയിച്ച് മെയിൻ പരീക്ഷയ്ക്കുള്ള യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു പഠന പ്രവർത്തനം എങ്ങനെ നമുക്ക് തയ്യാറാക്കാം, അതായത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് ഇവിടെ നമ്മളിപ്പോൾ പറയുവാനായിട്ട് പോകുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം അല്ലേ. ഇതിലാദ്യമായിട്ട് നോക്കിയാൽ എന്താണ്, സിലബസിൽ തന്നിരിക്കുന്നത് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റിൽ നിന്നുള്ള സിലബസാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്നുള്ള സെഗ്മെൻറ്റിന് ഇവിടെ മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 10 മാർക്കാണ് ഇവിടെ ഇവർ നമുക്കായിട്ട് തന്നിരിക്കുന്നത്. 10 മാർക്ക്. ഈ 10 മാർക്കിൽ എന്തൊക്കെ പെടുന്നു എന്ന് ചോദിച്ചാൽ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. കേരള ഹിസ്റ്ററി ഉണ്ട്. കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അതേപോലെ യൂറോപ്യൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള യൂറോപ്യൻസ് ആരെല്ലാമാണ് എന്ന് വ്യക്തമായൊരു ധാരണ നമുക്ക് വേണം. നമുക്ക് അറിയാവുന്നതേ ഉള്ളതൊക്കെ അല്ലെ. പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്, ഡച്ചുകാർ വന്നിട്ടുണ്ട്, ഇംഗ്ലീഷുകാർ വന്നിട്ടുണ്ട്. ഇവർ 3 പേരുമാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ അവരും അതിനുശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള ഭരണരംഗം, അത് പ്രധാനമായിട്ടും തിരുവിതാംകൂറിലെ ഭരണരംഗമാണ് പറയുന്നത്. മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വരെയുള്ള കാലം പറയുന്നുണ്ട്. അതേപോലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പറയുന്നുണ്ട്. ഐക്യ കേരള പ്രസ്ഥാനങ്ങൾ പറയുന്നുണ്ട്. കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിറ്റററി സോഴ്സിനെ പറ്റിയും പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ കേരളത്തെ സംബന്ധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പം ഇതിന് എത്ര മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, എത്ര സമയം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമയം ഒരു 10 hours നമുക്ക് കൊടുക്കാം. കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനായിട്ടൊരു 10 മണിക്കൂർ സമയം കൊടുക്കാം. അതേപോലെ ഇന്ത്യ എന്ന് പറയുന്ന മേഖല വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അത് മെഡീവൽ ഇന്ത്യ തൊട്ട് ഇങ്ങോട്ടുള്ള ഹിസ്റ്ററി പഠിക്കണം. അവസാനം എന്താണ് ഫോറിൻ പോളിസിയും പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആഫ്റ്റർ 1951 എന്നാണ് പറയുന്നത്. ഇത് മൊത്തം പഠിക്കാനായിട്ട് നമുക്ക് വേണ്ടി വരിക ഒരു 20 മണിക്കൂറാണ് നമുക്ക് വേണ്ടി വരിക. 20 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ ഇന്ത്യയുടെ റിവിഷൻ ഉൾപ്പെടെയുള്ള പഠനമാണ് 20 മണിക്കൂർ എന്ന് പറയുന്നത്. പിന്നെ വേൾഡ് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട് അല്ലെ. വേൾഡ് അതായത് ഇംഗ്ലണ്ടിലെ റവല്യൂഷൻ തൊട്ട് UNOയും മറ്റ് ഇതര സംഘടനകളും വരെയുള്ള ഭാഗമാണ്. ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് മാക്സിമം 10 മണിക്കൂറുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 10 മണിക്കൂർ. അങ്ങനെ നോക്കിയാൽ മൊത്തം ഒരു 40 മണിക്കൂർ എന്ന് പറയുന്നതാണ് ഹിസ്റ്ററി എന്ന മേഖലയിലേക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ 40 മണിക്കൂർ എങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്ന് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായൊരു ധാരണ വേണം. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പഠിക്കാനെടുക്കുന്ന എത്രയാണ്? 100 ദിവസങ്ങളാണ് നമ്മൾ പഠിക്കാനെടുക്കുന്നത്. ഈ 100 ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ളൊരു സമയം, ആ സമയത്തിനിടയിൽ നമ്മൾ പഠനത്തിനായിട്ട് ആകെ കണ്ടെത്തേണ്ടുന്നത് വെറും 4 മണിക്കൂർ മാത്രമാണ്. എന്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ കൊള്ളട്ടെ, 4 മണിക്കൂർ വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. കാരണം യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും, വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നതിന് മുൻപുള്ള സമയത്താണെങ്കിലും, അതേപോലെ തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞുള്ള സമയം ആണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 മണിക്കൂർ കണ്ടെത്താൻ പറ്റും. 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുക, 1 മണിക്കൂർ വൈകി കിടക്കുക. അത് ഏകദേശം ഒരു 100 ദിവസം പ്രാവർത്തികമാക്കിയാൽ 2 മണിക്കൂർ പഠനം നമുക്ക് അവിടെ നീട്ടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, കറണ്ട് അഫയേഴ്സ് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യ ചരിത്രവും ലോക ചരിത്രവും കേരള ചരിത്രവുമായിട്ട് ബന്ധമുള്ള കറണ്ട് അഫയേഴ്സ് ഈ മേഖലയിൽ നിന്ന് ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ 400 മണിക്കൂർ അല്ലേ, ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് 400 മണിക്കൂറാണ്. ആ 400 മണിക്കൂറിൽ ആദ്യത്തെ 40 മണിക്കൂർ എന്നുള്ളത് ചരിത്രവും ചരിത്രപരമായ വിഷയങ്ങളുമായിട്ടുള്ള പഠനത്തിന് റിവിഷനുമായിട്ട് നമുക്ക് പോയിരിക്കുകയാണ് അല്ലേ. ഇനി അടുത്ത സെഗ്മെന്റ് ഏത് പഠിക്കണം? അതിലൂടെ കൊടുത്തിട്ടുണ്ട് ജിയോഗ്രഫി എന്ന് പറഞ്ഞൊരു മേഖലയെ കൊടുത്തിരിക്കുന്നത്. ജിയോഗ്രഫിയിൽ എന്തുണ്ട്? വേൾഡ് ജിയോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജിയോഗ്രഫി ഉണ്ട്, കേരള ജിയോഗ്രഫി ഉണ്ട്. പക്ഷേ ജിയോഗ്രഫിക്ക് ആകെ തന്നിരിക്കുന്ന മാർക്ക് എത്രയുള്ളൂ? 5 മാർക്ക് മാത്രമേ നമുക്ക് ഇവിടെ ഇവർ തന്നിട്ടുള്ളൂ. അപ്പോൾ 5 മാർക്ക് മാത്രം തന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് നോക്കേണ്ടി വരുന്ന എത്ര മണിക്കൂറുകൾ ജിയോഗ്രഫി എന്നുള്ള വിഷയത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും എന്നുകൂടി നോക്കുക നമ്മൾ കേട്ടോ. ജിയോഗ്രഫി എന്ന വിഷയത്തിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറയുന്ന നേരത്തെ എത്രയാണ്? ഈ പറയുന്ന ബേസിക്സ് ഓഫ് ജിയോഗ്രഫി, വേൾഡ് ജിയോഗ്രഫിക്ക് നമുക്ക് ഒരു 5 മണിക്കൂർ കൊടുക്കാം അല്ലെ, 5 hours നമുക്ക് കൊടുക്കാം.
അതേപോലെ ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്. ഇന്ത്യൻ ജോഗ്രഫിക്ക് നമുക്കൊരു 10 അവേഴ്സ് കൊടുക്കാം, 10 മണിക്കൂർ മതിയാവും റിവിഷൻ ഉൾപ്പെടെ പഠിച്ചു തീർക്കാനായിട്ട്. കേരള ജോഗ്രഫി എന്ന് പറയുന്നത് നമുക്ക് എത്ര കൊടുക്കാം? ഒരു 5 മണിക്കൂർ കൊടുക്കാം. അങ്ങനെ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 20 മണിക്കൂറുകൾ നമ്മൾ ജോഗ്രഫി എന്ന് പറയുന്ന വിഷയത്തിന് വേണ്ടിയിട്ട് നമുക്ക് നീക്കി വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ടോട്ടൽ 40 മണിക്കൂർ ഹിസ്റ്ററിക്ക് പോയി, 20 മണിക്കൂർ എന്തിനു പോയിട്ടുണ്ട്? നമ്മുടെ ജോഗ്രഫി എന്ന് പറഞ്ഞ വിഷയത്തിന് പോയിട്ടുണ്ട്. അതുവഴി നമുക്ക് 15 മാർക്ക് എന്ന് പറയുന്നത് പഠിച്ചു മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് എന്താണ് നമ്മൾ നോക്കേണ്ടത്? എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു മേഖലയാണ്. എക്കണോമിക്സ് എന്നുള്ള മേഖലയ്ക്ക് നമുക്ക് ഇവിടെ എത്ര സമയമുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന എത്രയാണ്? മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്കാണ് എക്കണോമിക്സിൽ നമുക്ക് ആകെ അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എക്കണോമിക്സിന്റെ ടോപ്പിക്ക് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സമയം വേണ്ടി വരാം? പരമാവധി ഒരു 10 മണിക്കൂർ ഉണ്ടെങ്കിൽ എക്കണോമിക്സ് വെടിപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ വേണ്ടി വന്നാൽ ഒരു 5 മണിക്കൂർ റിവിഷൻ കൂടി എടുക്കാം. ഇനി എക്കണോമിക്സ് വളരെ പ്രയാസമേറിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 2 വട്ടം റിവിഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു 20 മണിക്കൂർ മാത്രമേ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 5 മാർക്കിൻ്റെ എക്കണോമിക്സ് കൂടി പഠിക്കുമ്പോൾ നമ്മൾ നല്ല വെടിപ്പായിട്ട് 20 മണിക്കൂർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് എക്കണോമിക്സിൽ നിന്ന് ഏത് ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി അതേപോലെ നമ്മൾ നോക്കിയാൽ അതായിരിക്കാം സിവിക്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. സിവിക്സിന് നമുക്കറിയാം പൗരധർമ്മം എന്ന് പറഞ്ഞ മേഖലയാണ്. നോക്കുമ്പോൾ ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 5 മാർക്ക് ഈ ഏരിയയിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. 5 മാർക്ക് മാത്രമേ ഇവിടെയും ചോദിക്കുകയുള്ളൂ. പഠിക്കാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, ഇതെല്ലാം വളരെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. ഇവിടെ നമുക്ക് വേണ്ടി വരുന്ന പരമാവധി എത്ര വേണ്ടി വരും? ഒരു 10 മണിക്കൂർ വേണ്ടി വരും ഇവിടെ പഠിക്കാനായിട്ട്. 10 മണിക്കൂർ മതി. കാരണം 10 മണിക്കൂർ എന്ന് പറയുന്ന വേറെ കൊണ്ടല്ല, നമ്മൾ ഒരുപാട് പരീക്ഷകൾക്ക് ഇത് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. പിന്നെ ഇതിൻ്റെ റിവിഷനും അനുബന്ധ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പരമാവധി വീണ്ടും നമ്മളൊരു 5 മണിക്കൂർ എടുക്കാം. ഇനി ആ സമയം എന്ന് പറയുന്നത് പോരായെന്ന് തോന്നുന്ന ആളുകൾക്ക് വീണ്ടും ഒരു 5 മണിക്കൂർ കൂടി എടുത്തു കഴിഞ്ഞാലും എത്ര കിട്ടുള്ളൂ? നമുക്ക് 20 മണിക്കൂർ ഇവിടെ നമുക്ക് കിട്ടുള്ളൂ അല്ല. 20 മണിക്കൂറുകൾ മാത്രമേ ഇവിടെ നമുക്ക് വരുന്നുള്ളൂ. അപ്പം നമ്മൾ നോക്കിയാൽ ഹിസ്റ്ററിക്ക് നമ്മളെടുത്ത സമയം നമുക്കറിയാം എത്രയാണ്? 40 മണിക്കൂർ നമ്മളെടുത്തു അല്ലേ. ജോഗ്രഫിക്ക് നമ്മൾ 20 എടുത്തു, എക്കണോമിക്സിന് നമ്മൾ 20 എടുത്തു. ഇപ്പോൾ സിവിക്സിനും നമ്മൾ എത്ര എടുക്കുകയാണ്? 20 മണിക്കൂർ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ സമയം എത്രയാണ്? 40ഉം 20ഉം അല്ലെ, 60ഉം 40ഉം 100 മണിക്കൂർ നമുക്കിവിടെ ആയിട്ടുണ്ട്. നമ്മൾ പഠിച്ചു മാറ്റി എത്രയാണ്? 10, 5 അല്ലേ, 10 മാർക്കിൻ്റെത്, 5 മാർക്കിൻ്റെത്, 5 മാർക്കിൻ്റെത്, 5 മാർക്കിൻ്റെത്. അപ്പോൾ 15, 20 അല്ലേ, 15, 25 മാർക്കിൻ്റെ നമ്മൾ പഠിച്ചു. 120 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇനി അടുത്ത ടോപ്പിക് ഏതാണ് നമുക്കുള്ളത്? നമുക്കുള്ള ടോപ്പിക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇത് എല്ലാ പരീക്ഷയ്ക്കും പഠിച്ചുകൊണ്ട് ആളുകൾക്കെല്ലാം വളരെ എളുപ്പമുള്ളൊരു മേഖലയാണ് അല്ലേ. കൃത്യമായിട്ട് നോക്കി നമുക്ക് കിട്ടും. നമുക്കിത് പഠിക്കാനായിട്ട് വേണ്ടി വരുന്ന എത്രയാണ്? പരമാവധി ഒരു 10 മണിക്കൂർ മതി നമുക്ക് പഠിക്കാനായിട്ട്. വീണ്ടും റിവിഷൻ നടത്താനാണെങ്കിലോ ഒരു 5 മണിക്കൂർ കൂടി റിവിഷൻ ഉണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള മേഖലയ്ക്ക് വെറും 15 മണിക്കൂറുകൾ മാത്രം മതി നമുക്ക്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ടൈം എത്രയായി? ആ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് നമ്മൾ നോക്കിയപ്പോൾ നമുക്കിവിടെ കണ്ടതാണ്. നമ്മളല്ലേ എത്രയായിരുന്നു? 100 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിരുന്നു അല്ലേ. 60, 40, 100 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്താണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ 115 മണിക്കൂറുകൾ മൊത്തം എടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 10 മാർക്ക് ഹിസ്റ്ററി അല്ലേ, 5 മാർക്ക് എന്ന് പറയാൻ നേരത്ത് ജോഗ്രഫി, 5 മാർക്ക് എന്ന് പറയാൻ നേരത്ത് എക്കണോമിക്സ്, 5 മാർക്ക് എന്ന് പറയുമ്പോൾ സിവിക്സ്, 5 മാർക്ക് എന്ന് പറയാൻ നേരത്ത് ഈ പറയുന്ന പോളിറ്റിയും കൂടി ആകാൻ നേരത്ത് കൃത്യം 20+ അല്ലേ, 10, 30 മാർക്ക് നമ്മൾ പഠിച്ചു മാറ്റി. എത്രയാണ്? 115 മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് 30 മാർക്കിൻ്റെ ടോപ്പിക്ക് പഠിച്ചു തീർക്കുവാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് ആസൂത്രണത്തോടുകൂടി പഠിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ. ഇനി അടുത്ത ഏരിയ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഈ മേഖലയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു മേഖല നമ്മൾ നോക്കിയാലോ, കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യശ്രാവ്യ കലകൾ അല്ലേ, ഇത് വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ്. ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എത്ര മണിക്കൂർ? പരമാവധി ഒരു 3 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ ഈ ഒരു ഏരിയ കൊടുത്തു, ഒരു കുഴപ്പമില്ല അല്ലേ. കായിക മേഖലയിലും വളരെ ചെറിയ ടോപ്പിക്കുകൾ തന്നെയാണ്. എഴുതി കാണിക്കുമ്പോൾ കുറേ ഉണ്ടെന്നെങ്കിലും തോന്നുമെങ്കിലും പരമാവധി 5 മണിക്കൂർ, 3 മണിക്കൂർ മുതൽ 5 മണിക്കൂർ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം അല്ലേ. അതേപോലെ അടുത്ത് നോക്കിയാൽ അതിലായിരിക്കും വരുന്നത് സാഹിത്യം എന്ന് പറഞ്ഞൊരു മേഖല ഉണ്ടല്ലോ. സാഹിത്യ മേഖലയിൽ തന്നെ പരമാവധി ഒരു 5 മണിക്കൂർ നമ്മൾ ഇവിടെയും കൊടുത്തേക്കുക അല്ലേ. ഇന്ന് നോക്കിയാലോ സംസ്കാരം എന്ന് പറഞ്ഞ മേഖല, അവിടെ നമ്മൾ മാക്സിമം ഒരു 2 മണിക്കൂറും പിന്നെ ബാക്കിയുള്ള 3 മണിക്കൂർ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റിവിഷനും കൂടി നോക്കിയാൽ അവിടെയും പോകും 5 മണിക്കൂർ. അങ്ങനെ ടോട്ടൽ നോക്കിയാൽ 20 മണിക്കൂറാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ്? 5 മാർക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മുടെ കൈവശം കിട്ടുകയും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 20 മണിക്കൂർ കൂടിയാകുന്ന എത്രയും നമ്മൾ 115, 20, 135 മണിക്കൂറുകൾ നമ്മൾ ആകെ പഠനത്തിനായിട്ട് നീക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 30 മാർക്കിന് 135 മാർക്ക് അല്ല 135 മണിക്കൂർ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നോക്കിയാൽ അടുത്ത എന്താണ്? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് അല്ലേ. കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ വളരെ ചെറിയ ടോപ്പിക്കാണ്, കാര്യമായിട്ടൊന്നും തന്നെ പഠിക്കാനുള്ളൂ. ഇവിടെ 10 മണിക്കൂർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് ധാരാളമാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നു. ധാരാളം. അപ്പോൾ ധാരാളം എത്ര മാർക്കാണ്? 5 മാർക്കാണ് ഇവിടെ കമ്പ്യൂട്ടറിനും കൊടുത്തിരിക്കുന്നത്. 5 മാർക്കാണ്. അങ്ങനെ നോക്കിയാൽ
40 മാർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ 145 മണിക്കൂറുകൾ എന്ന് പറയുന്നതാണ് ഈ 40 മാർക്കിലേക്ക് എത്താനായിട്ട് നമുക്ക് സഹായകമായത് എന്നും കൂടി നമ്മൾ ഓർക്കുക കേട്ടോ. ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ എന്താ പറയുക, അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ്, സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇവിടെയും ഉള്ളത് എത്ര മാർക്കാണ്, 5 മാർക്കാണ് ഇവിടെയും നമുക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ തന്നെ നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം, വളരെ പഠിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ടെക്നോളജി, സ്പേസ് അല്ലേ, നമ്മുടെ ബാഹ്യാകാശവും പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നല്ലൊരു ടോപ്പിക് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്തായാലും ഒരു മാർക്ക് ചോദ്യം ഉണ്ടാവുന്നതാണ് അല്ലേ. അതേപോലെ ഊർജ്ജത്തിന്റെ അപര്യാപ്തതയും അല്ലെങ്കിൽ ഊർജ്ജത്തിന്റെ വിഭവവും നിയന്ത്രണവും എല്ലാം വരുന്നുണ്ട്. ഇതിൽ നിന്നും ചോദ്യം വരുന്നതുമാണ്. അതുപോലെ എൻവയോൺമെന്റ് സയൻസിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം വരും. ബയോഡൈവേഴ്സിറ്റി എന്നുള്ള മേഖലയിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം വരുന്നതാണ്. ഈ മേഖല പഠിച്ചു തീർക്കാനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന എത്രയാണെന്ന് ചോദിച്ചാൽ പരമാവധി ഒരു 15 മണിക്കൂറുകൾ മതി നമുക്ക്. കാരണം ഈ ആദ്യം കാണുന്ന സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നതിൽ കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തലുകളും ഒക്കെ നമ്മൾ നോക്കിയാലും നമുക്ക് പരമാവധി 15 മണിക്കൂറുകൾ സയൻസ് പഠിക്കാനായിട്ട് മതിയാകുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ നോക്കിയാൽ 160 മണിക്കൂറുകൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു അല്ലെ. 160 മണിക്കൂറുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമുക്ക് എത്ര സംഭവങ്ങൾ കഴിയാനായിട്ട് സാധിക്കും അല്ലേ. കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടെ നമ്മൾ നോക്കിയാൽ നമുക്ക് 50 മാർക്ക് നമ്മൾ പഠിച്ചു. 50 മാർക്ക് പഠിക്കാനായിട്ട് നമുക്ക് വേണ്ടി വന്ന എത്ര സമയമായിരുന്നു, നമുക്ക് വേണ്ടി വന്നത് ഏകദേശം ഒരു 160 മണിക്കൂറാണ് 50 എണ്ണം പഠിക്കാനായിട്ട് നമ്മൾ എടുത്തത്. അതിന്റെ റിവിഷനും കൂടി പഠിക്കാനായിട്ട് പരമാവധി ഒരു 160 മണിക്കൂറുകൾ നമുക്ക് മതിയാവും അല്ലേ. ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗണിതശാസ്ത്രം എന്നുള്ള മേഖലയാണ്. ലഘുഗണിതം അല്ല, അവിടെ എന്താണ് 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്ത് വീണ്ടും കൊടുത്തിട്ടുണ്ടായിരിക്കാം മെന്റൽ എബിലിറ്റി. എത്ര മാർക്കാണ്, 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മേഖല പഠിക്കാനായിട്ട് പരമാവധി എത്ര സമയം വേണ്ടിയിരുന്നു നമുക്ക്, രണ്ടിനും കൂടിയിട്ടൊരു 40 മണിക്കൂർ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നമ്മൾ കവർ ചെയ്യുന്ന മണിക്കൂർ എന്ന് പറയുന്നത് 20 മണിക്കൂറുകൾ നമ്മൾ കവർ ചെയ്യുന്നു. 20 മണിക്കൂറുകളും അതുപോലെ തന്നെ 70 മാർക്കുമാണ് മൊത്തം നമ്മളപ്പോൾ കവർ ചെയ്ത് മാറുന്നത്. വീണ്ടും അടുത്തതിലേക്ക് നമ്മൾ നോക്കിയാലോ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ മേഖലയാണ് അല്ലെ. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാനായിട്ട് ഒരു 20 മണിക്കൂർ നമ്മൾ നീക്കി വയ്ക്കുക ഇംഗ്ലീഷ് ഗ്രാമറിന് വേണ്ടി. വൊക്കാബുലറി പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 മണിക്കൂർ നീക്കി വയ്ക്കുക. പിന്നെ ഇതിന്റെ റിവിഷന് വേണ്ടിയിട്ട് വീണ്ടും ഒരു 10 മണിക്കൂർ. അപ്പോൾ ഇവിടെയും നമ്മൾ 40 മണിക്കൂർ എടുക്കുകയാണ്. അപ്പോൾ അത്രയായി നമുക്ക് മൊത്തം 240 മണിക്കൂറുകൾ നമ്മൾ നീക്കി വയ്ക്കുകയാണ് അല്ലെ. 240 മണിക്കൂറുകൾ ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കാനായിട്ടും ഇത് പഠിക്കാനായിട്ടും നമ്മൾ നീക്കി വയ്ക്കുകയാണ് അല്ലേ. അങ്ങനെ 240 മണിക്കൂറുകൾ നമ്മൾ നീക്കി വെച്ചു. ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ അത്രയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അടുത്ത പദശുദ്ധി, മലയാളം എന്ന് പറഞ്ഞൊരു മേഖലയാണ്. മലയാളം പരമാവധി 20 മണിക്കൂർ മതി മലയാളം നമുക്ക് കവർ ചെയ്യാനായിട്ട്. അങ്ങനെ നോക്കിയാൽ 260 മണിക്കൂറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഡിഗ്രി ലെവലിന്റെ സിലബസ് പൂർണ്ണമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെയുള്ള ഒരു 40 മണിക്കൂർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മുടെ ടെസ്റ്റ് പേപ്പറുകൾ അല്ലെ, മോഡൽ ടെസ്റ്റ് പേപ്പറുകൾ എഴുതുക, അതേപോലെ എന്തായിരിക്കാം റിവിഷൻ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും അല്ലെ. ടെസ്റ്റ് പേപ്പറും അതേപോലെ റിവിഷനും നമ്മൾ നന്നായിട്ട് നടത്തി കഴിഞ്ഞാൽ ഏതൊരു പരീക്ഷയാണെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ സിലബസിനെ വ്യക്തമായിട്ട് തരംതിരിച്ച് നമ്മൾ പഠിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് എത്ര ദിവസമാണ്, 100 ദിവസമാണ്. ഈ 100 ദിവസം കൊണ്ട് നമുക്ക് പരമാവധി അല്ലെ ഒരു ദിവസം 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ നമ്മൾ നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് 300 മുതൽ 400 വരെയുള്ള സമയമാണ് നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുന്നത്. 300 മുതൽ 400 വരെയുള്ള സമയം നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും. ഇത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, നമ്മൾ LSGS എന്ന് പറഞ്ഞ തസ്തികയിലുണ്ടായിരിക്കും. ഈ LSGS പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാസിസ് അക്കാഡമി ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷൻ 100 ഡേയ്സ് എന്നാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത്. ഈ കോഴ്സ് നമ്മൾ 100 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുന്നതാണ്. ഇത് ജനുവരി മാസം 15-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. ഈ കോഴ്സ് നമ്മൾ ആപ്പിലൂടെ അല്ല നൽകുന്നത്. കാരണം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡയറക്റ്റ് സംവാദം നമുക്ക് ആവശ്യമായതുകൊണ്ടും ഉദ്യോഗാർത്ഥികളുടെ സംശയങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് പരിഹരിച്ച് കൊടുക്കുന്നതിനെ എല്ലായ്പ്പോഴും ഒരു ഓപ്പൺ മീഡിയം ആവശ്യമായതുകൊണ്ടും നമ്മളൊരു പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. ഏത് കോഴ്സാണ്, നമ്മുടെ മിഷൻ 100 ഡേയ്സ് എന്ന് പറഞ്ഞ കോഴ്സ്. ഒരു ചെറിയ ഫീസ് മാത്രമാണ് നമ്മൾ ഈ കോഴ്സിനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് വെറും 1000 രൂപ മാത്രമാണ്. പ്രിലിമിനറി പരീക്ഷ പാസ്സാവുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ള തസ്തികയിലേക്ക് ഒരു ചുവട് അടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ബാസിസ് അക്കാഡമി ഈ ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന നമ്പർ 9846183166 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. നമുക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതാണ്. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ
എഴുതുവാനും ഉന്നത വിജയം കരസ്ഥമാക്കുവാനും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9846183166 എന്ന നമ്പറിൽ ഞങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം അയച്ചുകൊണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.